മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 13/3/1995 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂയമാണ് നക്ഷത്രം. പൂയം 4-ാം പാദം. കന്നി ലഗ്നം. 2-ൽ രാഹു ഗുളികൻ, 3-ൽ വ്യാഴം, 4 ശൂന്യം, 5-ൽ ശുക്രൻ, 6-ൽ സൂര്യൻ, ശനി, ബുധൻ, 7 ശൂന്യം, 8-ൽ കേതു, 9, 10 ഭാവങ്ങൾ ശൂന്യം, 11-ൽ ചന്ദ്രൻ, കുജൻ, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല, അതിനെന്തെങ്കിലും രീതിയിൽ തടസ്സങ്ങൾ വരുന്നു എന്ന കാരണത്താലാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ കോൺടാക്റ്റ് ചെയ്തിരുന്നത്. പൊതുവേ ലഗ്നത്തിലേക്ക് 2-ൽ നിൽക്കുന്ന രാഹുവിൻ്റെയും ഗുളികൻ്റെയും 12-ാമത്തെ ദൃഷ്ടി. 1. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശനിയോടൊത്ത് പൊതുവെ പതുക്കെ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്ന മന്ദൻ എന്ന് വിളിപ്പേരുള്ള ശനിയോടൊത്ത് നിൽക്കുന്നു. അപ്പോൾ ഇത്തരക്കാർക്ക് പൊതുവെ ഭാഗ്യാനുഭവങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള തർക്കമോ തടസ്സമോ കാലതാമസമോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ വിവാഹം ഒരു ഭാഗ്യമാണ്. അതേപോലെ തന്നെ ജോലി സമയത്ത്, കൃത്യമായ സമയത്ത് കിട്ടുന്ന ജോലി, അതിൽ നിന്നുള്ള കൃത്യമായ വരുമാനം എന്ന് പറയുന്നതെല്ലാം തന്നെ ഒരു ഭാഗ്യ അനുഭവത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പൊതുവേ ലഗ്നത്തിലേക്ക് രാഹു ഗുളികൻ 2 നെഗറ്റീവ്സ് ഒരേപോലെ, പ്രത്യേകിച്ച് ബുധ ലഗ്നമാണ്. ഈ ബുധൻ ഗുളികൻ കോമ്പിനേഷൻ പൊതുവേ ഒരല്പം ടഫ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ലഗ്നത്തിൽ ബുധനില്ല, എന്നിരുന്നാൽ തന്നെ ബുധ ലഗ്നത്തിലേക്ക് ഒരേ സമയം രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടി വരുന്നു എന്ന് പറയുന്നതും ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശനിയോടൊത്തും നിൽക്കുന്നു. അത് ശനി സൂര്യൻ കോമ്പിനേഷനിൽ നിൽക്കുന്ന ബുധനാണ് ലഗ്നാധിപൻ. അപ്പോൾ ഇത്തരക്കാർക്ക് പൊതുവേ ഒരല്പം ഡിലേ, താമസം, വൈകുക എന്ന് പറയുന്ന പ്രക്രിയ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇദ്ദേഹം അത്യാവശ്യം തെറ്റില്ലാത്ത ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണമാണ് ഈ ഭാഗ്യാനുഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ 2 കാരണങ്ങൾ കൊണ്ട്, ലഗ്നത്തിലേക്കുള്ള രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടിയും ലഗ്നാധിപൻ ശനിയോടൊത്ത് നിൽക്കുന്നത് കൊണ്ടും എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ വൈകലുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. 2-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഇവിടെ വ്യാഴമാണ്. സാക്ഷാൽ വ്യാഴം ലഗ്നാൽ 3-ൽ നിൽക്കുന്നു. വളരെ നല്ലതാണ്. പക്ഷേ അവിടേക്ക് ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടിയും സൂര്യനോടൊത്ത്, പ്രധാന ശത്രുവിനോടൊത്ത്, ലഗ്നാധിപനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 10-ാമത്തെ ദൃഷ്ടിയും വന്നു. അപ്പോൾ 7-ാം ഭാവാധിപന് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഗുളികൻ്റെയും ശനിയുടെയും സാന്നിധ്യം അവിടെ വന്നു. അപ്പോൾ ഇത് രണ്ടും ഉദ്ദേശിക്കുന്നത് ഗുളികൻ അവിടെ തടസ്സം വയ്ക്കുകയും ശനി അവിടെ വൈകിപ്പിക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പലതും അടുത്തു വരാം, പിന്നീട് അകന്നു പോവാം. ഈ ഒരു പ്രക്രിയ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കും. 7-ാം ഭാവാധിപൻ വ്യാഴം 3-ൽ നിൽക്കുകയും രാഹുവിനോടൊത്ത് നിൽക്കുന്ന ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടിയും സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ, ലഗ്നാധിപനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 10-ാമത്തെ ദൃഷ്ടിയും വരുമ്പം വിവാഹത്തെ വൈകിപ്പിക്കുക എന്ന് പറയുന്ന പ്രക്രിയ അവിടെ നിസ്സംശയം നടന്നിരിക്കും. പൊതുവേ 7-ാം ഭാവാധിപന് ശനിയുടെ ഏതെങ്കിലും ബന്ധം വന്നു കഴിഞ്ഞാൽ, അത് ദൃഷ്ടിയിലായിക്കോട്ടെ അതല്ല എങ്കിൽ ഒപ്പം നിൽക്കുന്നതായിക്കോട്ടെ, ഏതെങ്കിലും രീതിയിൽ വിവാഹം വൈകുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ അത് നടക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് 100-ൽ 100 പേർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊന്നുമല്ല പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ അതിനെ കൗണ്ടർ ചെയ്ത്, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ട്, സാന്നിധ്യം അതേ ഗ്രഹനിലയിൽ ഉണ്ട് എങ്കിൽ സമയത്ത് തന്നെ വിവാഹം നടക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് പരിഹാരം കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ വലിയ താമസമില്ലാതെ തന്നെ വിവാഹം നടക്കാനുള്ള ഒരു സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ പരിഹാരങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് ഇതിലെ ഈ തടസ്സത്തെ ഒരു 60-70% ഒഴിവാക്കി നിർത്തുക. അതുപോലെ തന്നെ ശനി വരുത്തുന്ന ഈ താമസത്തെ, വൈകലിനെയും ഒരു 60-70% ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ ഈ കാര്യം നടക്കും. പക്ഷേ നടത്തുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധ വേണം. ഗുളികനോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ 6-ാമത്തെ ദൃഷ്ടി വിവാഹസ്ഥാനത്തേക്ക് ഉണ്ട്. അപ്പോൾ എടുക്കുന്ന ഗ്രഹനിലകൾ ചേരുന്നത് തന്നെയാണോ എന്ന് കൃത്യമായി പരിശോധിച്ച് ഉറപ്പാക്കുക. മാത്രവുമല്ല, 7-ാം ഭാവാധിപനെ ഗുളികൻ ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ കൃത്യമായിട്ടല്ല, ജാതക പരിശോധനയൊന്നും ഇല്ലാതെയാണ് നടത്തുന്നതെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഗുളികനോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെയൊക്കെ സാന്നിധ്യം വിവാഹസ്ഥാനത്ത് 6-ാം ദൃഷ്ടിയിൽ വരുന്ന സമയത്ത് തീരെ ചേർന്ന് പോകാത്ത ആളുകളെയൊക്കെ മുന്നിൽ കൊണ്ടുവന്ന് ദ ബെസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുവന്ന് നിർത്തും.
അതിൽ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ലഗ്നത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുള്ള സമയത്ത് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അവിടെ അങ്ങനെ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ അത്തരം തീരുമാനങ്ങളിൽ അബദ്ധം വരാനുള്ള സാധ്യത 95% കൂടുതലാണ്. അപ്പോൾ എന്ത് തീരുമാനം ഇത്തരം വ്യക്തികൾ ലഗ്നത്തിലൊക്കെ രാഹുവിൻ്റെ ഗുളികൻ്റെയൊക്കെ സാന്നിധ്യമുള്ളവർ എടുക്കുമ്പോൾ ആലോചിക്കുക. ഒരല്പം സമയമെടുത്ത് വേണോ വേണ്ടയോ, വേണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വേണം, വേണ്ട എന്നാണെങ്കിൽ എന്തുകൊണ്ട് വേണ്ട എന്ന് കൃത്യമായി തരംതിരിച്ച് അറിഞ്ഞ് സ്വയം മനസ്സിലാക്കി തീരുമാനമെടുത്താൽ അവിടെ അബദ്ധങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ പറ്റും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ സ്ഥാനത്തേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. 9ാമത്തെ ദൃഷ്ടി, ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹുവിൻ്റെ 9ാമത്തെ ദൃഷ്ടി. മാറ്റ ജോലികൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാട് വിട്ട് ജോലി ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതങ്ങനെ തന്നെയാണ്. ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയും അവിടെ നിന്ന് മാറി പിന്നീട് മറ്റൊരവസരത്തിൽ മറ്റൊരു രീതിയിൽ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ള ജോലി തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് അവിടെ കൃത്യമായിട്ട് പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കുന്നുണ്ട്. ആ മാറ്റത്തെ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് തന്നെ ഉണ്ടാകും. എന്നാൽ 10ാം ഭാവാധിപൻ സൂര്യൻ ശനി ബന്ധത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്ത് ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകളോ ഇറിറ്റേഷൻസോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള, രസിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യാം. അതിനെ പോസിറ്റീവായി എടുത്ത് ക്ഷമയോടെ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോകാനും അതിജീവിക്കാനും സാധ്യമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് കൃത്യമായിട്ടും ഈ 7ാം ഭാവാധിപനെ കൊണ്ടുള്ള ഗുണങ്ങൾ കിട്ടണമെങ്കിൽ അതിന് കൃത്യമായിട്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ വേണ്ടുന്ന രീതിയിൽ ആ ചിട്ടവട്ടത്തോടെ തന്നെ ചെയ്തേ മതിയാകൂ. അതല്ലാത്ത പക്ഷം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ വളരെ കൂടുതലാണ്. പൊതുവേ 7ാം ഭാവാധിപന് ഗുളികൻ്റെ ബന്ധം വരാനേ പാടില്ല. അത് പ്രത്യേകിച്ച് രാഹുവിനോടൊപ്പം നിൽക്കുന്ന ഗുളികൻ്റെ ബന്ധം ഒട്ടും വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ രണ്ടും സംഭവിച്ചിട്ടുണ്ട്. ഉപരി ശനിയുടെ ദൃഷ്ടിയും വരുന്നുണ്ട്. ശനിയാകട്ടെ പ്രധാന ശത്രുവായിട്ടുള്ള സൂര്യനോടൊത്ത് നിന്നിട്ടാണ് 10ാം ദൃഷ്ടി നടത്തുന്നത്. അപ്പോൾ കണിശമായിട്ടും പരിഹാരം എടുത്തെങ്കിൽ മാത്രമേ ഇതിനൊരു പോംവഴി ഉണ്ടാവുകയുള്ളൂ എന്നും തിരിച്ചറിയുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്താൽ പൂയം ആണ് നക്ഷത്രം. ശനി ദശയിൽ ജനിച്ചു 96 വരെ ശനി, അതിനുശേഷം ബുധൻ 2013 വരെ, അതിനുശേഷം കേതു 2020 വരെ, അതിനുശേഷം ശുക്രൻ 2040 വരെ, അതിനുശേഷം സൂര്യൻ 2046 വരെ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ, അതിനുശേഷം കുജൻ, രാഹു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നടപ്പ് ദശ എന്ന് പറയുന്നത് ശുക്രദശയിൽ ചൊവ്വയുടെ അപഹാരമാണ്. 5ൽ നിൽക്കുന്ന ശുക്രൻ. അപ്പോൾ ശുക്രൻ്റെ വിവാഹകാരകൻ്റെ ദശ തന്നെയാണ് നടക്കുന്നത്. ഇവിടെ ഒരു നെഗറ്റീവും കൂടെ ഉണ്ട്. ഗുളിക ഭവനാധിപനായ ശുക്രനാണ് എന്ന് വെച്ചാൽ ശുക്രൻ്റെ ഭവനത്തിൽ ഗുളികൻ വസിക്കുന്നു. ഉപരി അവിടെ രാഹുവും വസിക്കുന്നു. അപ്പോൾ വിവാഹകാരക ഗ്രഹമാണ് ശുക്രൻ. ഏതൊരു ഗ്രഹനിലയിലെയും വിവാഹം നടത്തി കൊടുക്കാനുള്ള ചുമതലയുള്ള ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ ആ ശുക്രൻ്റെ ഭവനത്തിൽ തന്നെ രാഹുവും ഗുളികനും വസിക്കുമ്പോൾ അതും ഏതെങ്കിലും രീതിയിലുള്ള തർക്കത്തെയോ കാലതാമസത്തെയോ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ശുക്രനിൽ ചൊവ്വ 2026 ഫെബ്രുവരി 8 തൊട്ട് 2027 ഏപ്രിൽ 11 വരെ. അപ്പോൾ കൃത്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്ന രീതിയിൽ കണിശമായും ചെയ്തു കഴിഞ്ഞാൽ ഈ വിവാഹം എന്ന് പറയുന്ന കടമ്പ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ തന്നെ കടക്കാൻ കഴിയും. പക്ഷേ അതിൻ്റെ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ടും പാലിക്കാൻ ശ്രമിക്കുക. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.